ഇവർ അധികാരത്തിൽ ഇരുന്നത് 120 മാസമാണ്, 10 വർഷം. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. സാറേ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിലാണോ അവതരിപ്പിക്കുന്നത്? തൂക്കിയല്ലോ നാദാ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി നടപ്പാക്കുന്നത് അല്ല. നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുള്ളൂ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. അത് പറഞ്ഞിട്ടാണ് ഒത്തുചേടി അധികാരത്തിൽ വന്നത്. അപ്പൊ തട്ടിപ്പാണല്ലേ? തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. ഇയാളേതോ കാട്ടുകളാ. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടി കൊടുത്തില്ല. അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. എടാ ജോയ്, എന്തോ എവിടെന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? ഓണപോക്കിന് അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് 1 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കി. 360 ഡിഗ്രിയിൽ വട്ടത്തിലും. ഇത് ശരിയല്ല. അത് ഞാനേ നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാ പോയിട്ടുള്ളത്. അപ്പോഴേ നിന്റെ വെളച്ചിലൊന്നും ഇവിടെ വേണ്ട കേട്ടാ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടി കൂടിയിട്ടാ. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഇപ്പൊ ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു ബഹളം ഉണ്ടാക്കിയാലും ഞാൻ മാറില്ല. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളുടെ നെഞ്ചു നേരെയാണ്. നിങ്ങളെ മറക്കണം. അയ്യോ, സാറിന് ഈ നിലയിൽ കാണേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട്.